വൈകുന്നേരമായപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ഓർത്തപ്പോൾ കുറച്ച് സവാള ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ സവാള അവിടെ ഉണ്ടാക്കാമല്ലോ ഓർത്തുകൊണ്ട് ഇന്ന് ചായക്ക് അതും കൂടി ആവുമല്ലോ. അപ്പോൾ പിന്നെ നേരെ അതങ്ങ് സവാള അങ്ങ് അരിഞ്ഞു വെച്ചു. ആവശ്യത്തിന് ഉപ്പും മൈദപ്പൊടിയും കടലപ്പൊടിയും എല്ലാം കൂടി കുറച്ച് ഇത്തിരി മുളകൊക്കെ ചേർത്ത് അങ്ങോട്ട് എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് അങ്ങോട്ട് സവാള ഇവിടെ ഉണ്ടാക്കി. പിന്നെ ചായക്ക് അതങ്ങോട്ട് കഴിച്ച് ചൂടോടുകൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതങ്ങോട്ട് കഴിച്ച് നേരെ അലക്കാനും കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ആ പണിക്ക് പോയി വന്നപ്പോഴേക്കും പിന്നെ മോൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു, ഒരു ക്യാരറ്റും സവാളയൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് വയറ്റി നൂഡിൽസ് ഉണ്ടാക്കി. അത് കഴിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ചേട്ടൻ വിളിച്ചു എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ചോറൊന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞു വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നേരെ ചേട്ടൻ വന്നപ്പോഴേക്കും പൊറോട്ട കൊണ്ടുവന്നു, പിന്നെ ചിക്കൻ വറുത്തത് കൊണ്ടുവന്നു, പിന്നെ എക്സ്ട്രാ ചിക്കൻ്റെ പൊടി ഉണ്ടായിരുന്നു, അതും കൂടി വാങ്ങിച്ചിട്ടാണ്. ഞങ്ങൾ പിന്നെ അവിടെ ചിക്കൻ്റെ പൊടിയാണ് മെയിനായിട്ടും കഴിക്കണത്. ചിക്കൻ കഴിക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് പൊറോട്ടയുടെ ഒപ്പം ചിക്കൻ്റെ പൊടിയായിരിക്കും. അത് പിന്നെ കടയിൽ നിന്ന് അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ച് അതും കൂടി കഴിക്കും. ഇതിൻ്റെ കൂടെ പിന്നെ ചൂടാക്കാനായിട്ട് ചൂടോടുകൂടി പൊറോട്ട ചൂടാക്കണം പറഞ്ഞ് നേരെ അതങ്ങോട്ട് ചൂടാക്കാനെടുത്ത്. പിന്നെ വെജിറ്റബിൾ കറി ആയിട്ട് ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചൂടോടുകൂടി കഴിക്കട്ടെ. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ.